നമസ്കാരം. വളച്ചു കിട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ക്രൈസ്തവ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇവയ്ക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതങ്ങ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ആഴ്ച പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ നടന്ന ഹിജാബ് വേണം, യൂണിഫോമിനൊപ്പം ഹിജാബ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഉടലെടുത്ത പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ നടന്ന കലാപശ്രമങ്ങൾ. ആ സംഭവം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചിലർ ഈ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം പ്രത്യേകിച്ച് അത് ക്രൈസ്തവർക്കെതിരെ ആകുമ്പോൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്, കത്തോലിക്ക സഭയ്ക്ക്, സമുദായത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഈ വിഷയത്തിൽ വളച്ചു കിട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സബിൻ തൊമ്മുള്ളിലാണ്. അച്ഛാ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു, നൈജീരിയയിലൊക്കെ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ. എന്നാൽ തുടർച്ചയായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായമായ, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമുദായം യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ജോർജി, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്തുന്നവർക്ക് മാത്രമാണ് അതിന്റെ ശരിയായ ഉത്തരം കണ്ടെത്താൻ കഴിയൂ. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ പലർക്കും ധൈര്യം നൽകുന്നതും കേരളത്തിലെ ക്രൈസ്തവർ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ജോർജിയോട് ചോദിക്കട്ടെ, കേരളത്തിൽ ക്രൈസ്തവർ അവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നിലനിർത്തുന്നത്? രണ്ട് രീതികളിലാണ് പ്രധാനമായിട്ടും. അതൊന്ന് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. രണ്ടാമത്തേത് ഈ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സമുദായം ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ പീഡനത്തിന് വിധേയമാക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതിനുത്തരം പറയും, ഈ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലും ആതുരാലയങ്ങളുടെ നേരെയും നടക്കുന്ന സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് അതിന് ഉദാഹരണങ്ങൾ. നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത്? നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് അവിടെയും ആക്രമിക്കപ്പെടുന്നത്, അല്ലെ? നമ്മളുടെ ആതുര ശുശ്രൂഷ രംഗങ്ങൾ, സോഷ്യൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരളത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം കേരളത്തിൽ നിന്ന് ഉയർന്നു വരാതിരിക്കുകയും മറിച്ച് നോർത്ത് ഇന്ത്യയിൽ പീഡനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തരം സത്യസന്ധമല്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതി സൃഷ്ടിക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മളൊന്ന് ചിന്തിക്കുക, ആതുര ശുശ്രൂഷ മേഖല എടുക്കുക. നഴ്സിംഗ് നീതിയുമായി ബന്ധപ്പെട്ട്, നഴ്സുമാരുടെ ശമ്പളം കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചില നഴ്സിംഗ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ഏതെല്ലാം ആതുരാലയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു? നമ്മൾ കേരളത്തിൽ ക്രിസ്ത്യാനികളാണോ ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങൾ നടത്തുന്നത്, അതോ മറ്റ് മത സാമൂഹിക സംഘടനാ സംവിധാനങ്ങളാണോ? നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ കുറവാണ്. പക്ഷേ ഈ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ചില നഴ്സിംഗ് സംഘടനകളുടെയും അതിന്റെ ചില നേതാക്കളുടെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പാല മാർ സിൽവ മെഡിസിറ്റിയിൽ നേരെ ഉണ്ടായതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ വിഷയം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. ജോർജി, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ജോർജി ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവും. കേരളത്തിൽ ഈ കഴിഞ്ഞ കാലത്തിനിടെ, ഒരു 5 വർഷത്തിനിടെ
എത്ര ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആക്രമണം നേരിട്ടിട്ടുണ്ട്? അതിനെക്കുറിച്ച് ജോർജി ഒന്ന് പറയും പ്ലീസ്. തീർച്ചയായിട്ടും അതിന്റെ ലിസ്റ്റ് അനന്തമായിട്ട് എങ്ങനെ നീളും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന നിസ്കാര സമര വിവാദം, തൊട്ടടുത്ത് തന്നെ പൈങ്ങോട്ടൂർ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ നടന്ന നിസ്കാര സമരം, ഒപ്പം തന്നെ നമുക്കറിയാം അമൽജ്യോതി, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അമൽജ്യോതിയിൽ നടന്നിട്ടുള്ള അമൽജ്യോതി കോളേജിനെതിരായിട്ടുള്ള ആ ഒരു സമര കോലാഹലം, ഏറ്റവും ഒടുവിൽ നമുക്കറിയാം സെന്റ് റീത്ത സ്കൂളിൽ നടക്കുന്ന വിഷയങ്ങൾ. കാസർഗോഡ് ഈ ഇടയ്ക്കായിരുന്നു ഈ ഐഡന്റി കാർഡിലെ വിശുദ്ധയുടെ ചിത്രം മാറ്റണം എന്ന് പറഞ്ഞ് ആ സ്കൂളിന് നേരെ നടന്ന അതിക്രമങ്ങൾ. ഒപ്പം മലബാറിന്റെ വിവിധ മേഖലകളിൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഹിജാബ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജൂബിലി മെഡിക്കൽ കോളേജ്, മാർസ്ലീവ മെഡിസിറ്റി പോലുള്ള ക്രൈസ്തവ ആതുരാലയങ്ങൾക്ക് നേരെ നടക്കുന്ന വിഷയങ്ങൾ. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ നിൽക്കുന്നു. സിനിമകളിലൂടെയും മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലൂടെയും ഇത്തരം സ്ഥാപനങ്ങളെ, സംവിധാനങ്ങളെ, മാനേജ്മെന്റുകളെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ കരിവാരി തേക്കുന്ന പ്രവണത നമ്മൾ ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഈ ചർച്ചയ്ക്കകത്ത് നമ്മളെ കേൾക്കുന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നതിനെ ലഘൂകരിച്ച് കാണേണ്ട കാര്യമില്ല, അവിടെ അതിന് പ്രതികരണം നടത്തണം. പക്ഷെ കേരളത്തിൽ ഈ ക്രൈസ്തവ പീഡനം നടക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇത് ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നില്ല? ഈ വിഷയം മുഴുവൻ ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് ഹൈക്കോടതി ഈ സ്കൂൾ, സെന്റ് റീത്ത സ്കൂളിന് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഏതെങ്കിലുമൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിന്റെ രാഷ്ട്രീയവും ഇതിന്റെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോർജി, ഞാനൊരു കാര്യം പറയും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ പല സാമൂഹ്യ മാധ്യമങ്ങളിലുമുള്ള കമന്റുകളും ചർച്ചകളും ഒക്കെ എന്ന് പറയുന്നത്, ഇത് ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസിയുടെ അവകാശമാണ് എന്നുള്ളതാണ്. ജോർജി, അവകാശം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് തീരെഴുതി വെച്ച ഒരു രാജ്യമല്ല ഇത്. ഇത് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയാണ്. എങ്കിൽ മറുവശത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രൈസ്തവ മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ പൊതുസമൂഹം തിരിച്ചറിയണം, അത് ബോധ്യപ്പെടുകയും ചെയ്യണം. ജോർജി, നമുക്ക് ഈ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശമാണ്, മൈനോറിറ്റി റൈറ്റ്സ്. ആ മൈനോറിറ്റി റൈറ്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശം നമുക്ക് നൽകിയിട്ടുള്ളത്, ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണെന്നറിയോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ക്രിസ്തീയ മൂല്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും ഉള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 30(1) ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം നമുക്ക് പറയുകയാണ്. അത് ഇങ്ങനെയാണ് പറയുക: ഓൾ മൈനോറിറ്റീസ് വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈസ്തവർക്ക് സ്വന്തമായി, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് സ്വയം നടത്താനുമുള്ള അവകാശമുണ്ട്. അഡ്മിനിസ്ട്രേഷനുള്ള അവകാശം നൽകുകയാണ്, സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം നൽകുകയാണ്. അടുത്തത്, സർക്കാർ ഈ അവകാശം ലംഘിക്കുന്ന തരത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. 3, ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് അവരുടെ മതവിശ്വാസങ്ങളും മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അതിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള മൂല്യങ്ങൾ പങ്കുവെക്കുവാനും നൽകുന്ന അവകാശമാണ്. ഇനി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്രൈസ്തവ മൂല്യ വിദ്യാഭ്യാസം നൽകാൻ തക്കതായിട്ടുള്ള ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാനേജ്മെന്റ് കമ്മിറ്റിയെ രൂപീകരിക്കാൻ സാധിക്കും, അധ്യാപക നിയമനങ്ങൾ നടത്താൻ സാധിക്കും, പഠന മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നു. സ്ഥാപനത്തിന്റെ ലക്ഷ്യവും മതവൈശിഷ്ട്യവും അനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം നൽകുന്നു. ഇനി ആർട്ടിക്കിൾ 30 സർക്കാർ സംബന്ധമായിട്ടുള്ള വിവേചനങ്ങളെ നിരോധിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഇൻ ഗ്രാന്റിംഗ് എയ്ഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിമിനേറ്റ്
against any educational institution on the ground that it is under the management of minority. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റുകളോ സഹായങ്ങളോ സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുണ്ട് എങ്കിൽ ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ പേരിൽ അത്തരം അവകാശങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് ധനസഹായമോ അംഗീകാരമോ പരിശീലനമോ അധ്യാപക നിയമനമോ എന്നിവയിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഉള്ളതുപോലെ തുല്യമായിട്ടുള്ള നീതി ഉറപ്പാക്കണം. അടുത്ത ആർട്ടിക്കിൾ 29(1) ഇപ്രകാരം പറയാണ്: എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ് ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ദ സെയിം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹം അവരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം, ആചാരം, സംസ്കാരം, പാരമ്പര്യം, ഭാഷ, ചരിത്രം എന്നിവ സംരക്ഷിക്കപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യേണ്ടത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് എന്ന് സാരം. എന്തുകൊണ്ടാണിത്? കാരണം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിൽ ഭൂരിപക്ഷ സമൂഹങ്ങൾ ഒരുപക്ഷെ ന്യൂനപക്ഷ സമൂഹത്തിന്മേൽ ഏൽപ്പിക്കലുകൾ പലതും നടത്തിയേക്കാം. അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇല്ലാതായി പോകാതിരിക്കാനും അവരെ നിലനിർത്താനും വേണ്ടിയിട്ട് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണത്. ഞാൻ പറയാം, ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം കേരളത്തിലെ ക്രൈസ്തവരോട് അത്രമാത്രം സ്നേഹവും സഹിഷ്ണുതയും പുലർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ വളരെ വേദനയോടുകൂടി പറയുകയാണ്, കഴിഞ്ഞ കുറെ കാലം വരെയും ഈ കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസ സമൂഹം ക്രൈസ്തവരോട് വളരെയധികം സൗമ്യതയും സ്നേഹവും പുലർത്തിയിരുന്നവരാണ്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവരുടെ ചില സംഘടനകൾ, പ്രത്യേകിച്ച് PFIയുടെ അതിപ്രസരം ഈ സമൂഹത്തിൽ ശക്തിപ്പെട്ടപ്പോൾ അവരുടെ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള SDPI അടക്കമുള്ള സംഘടനകൾ തീവ്രവാദ നിലപാടുകളുമായിട്ട് ഈ നമ്മുടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെയുള്ള ഒരു മതമൈത്രിയുടെ ഒരു സംസ്കാരം, ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ, അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ചില സംഘടിത ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ PFI പോലെയുള്ള സംഘടനകളെ നിരോധിച്ചതുപോലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടെ നിരോധിക്കേണ്ട ഒരു സംഘടനയാണ് SDPI എന്ന് ഞാൻ പറയും. കാരണം അവസാനം ഈ സെയിന്റ് റീത്ത സ്കൂളിൽ ഈ വിഷയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ നേതൃതലങ്ങളിൽ നിൽക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചോളം ഈ കുട്ടിയുടെ പിതാവിന് ഈ സംഘടനയുമായിട്ട് അതിശക്തമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ബന്ധവുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അറിവ് ശരിയാണ് എങ്കിൽ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അപകടം എവിടെയാണ്. ഇതില് കോടതിയിൽ പോയി അല്ലെ, ഇന്നലെ കോടതിയിൽ പോയല്ലോ. കോടതി ആരുടെ കൂടെ നിന്നു? കേരള ഹൈക്കോടതി ആരുടെ കൂടെ നിന്നു? ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംരക്ഷിക്കണമെന്ന് പോലീസിന് ഉത്തരവ് നൽകി. കാരണം എന്താ? കാരണം കോടതി നിയമം നിലനിൽക്കുന്നത് ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടാണ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അധിഷ്ഠിതമായിട്ടാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയാം. സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ട്. പ്രത്യേകിച്ച് കേരള എഡ്യൂക്കേഷൻ ബിൽ കേസ് 1958 ആർട്ടിക്കിൾ 31 അനുകരിച്ചുകൊണ്ട് അബ്സല്യൂട്ട് റൈറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിലും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എസൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും, പക്ഷേ അത് സ്ഥാപനത്തിന്റെ ന്യൂനപക്ഷ സ്വഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുതെന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു. ആർട്ടിക്കിൾ 30(1) ഇപ്രകാരം പറയുന്നു എന്ന് പറയാണ്: ആർട്ടിക്കിൾ 31 confers a special right to minorities to establish and administer educational institutions of their choice, and the right includes the right to impart education in accordance with their own faith and values. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനങ്ങൾ ഉൾപ്പെടുത്താനുള്ള അവകാശമുണ്ട്. പ്രാർത്ഥനകൾക്ക്, ആരാധനകൾക്ക് ക്രൈസ്തവ രീതിയിൽ അത്തരം കാര്യങ്ങൾ ആചരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാവിലെ ക്രൈസ്തവ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും വാർഷിക ധ്യാനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട്
അവരുടെ ആത്മീയ ഉണർവ് ഉറപ്പാക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണ്. ഒറ്റ കാര്യം മാത്രമാണ് ഈ സുപ്രീം കോടതിയുടെ വിധി പറയുന്നത്. ഇതൊക്കെ നൽകുമ്പോഴും അവിടെ ഏതെങ്കിലും മറ്റ് മതവിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കരുത്. ജോർജി, നമ്മൾ ചിന്തിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് ക്രിസ്ത്യാനികൾക്കാണ്, അല്ലെ? ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ന് ഈ ഫേസ്ബുക്കിൽ ഈ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോ ഞാനൊരു അവിടെ ഈ സ്കൂളുകളിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു സ്ത്രീ, സ്മിത KP എന്നാണ് അവരുടെ പേര്. അവര് ഇപ്രകാരം പറയാണ്: ഐ സ്റ്റഡീഡ് ഇൻ എ വെൽ നോൺ കോൺവെന്റ് സ്കൂൾ ഇൻ കണ്ണൂർ റൺ ബൈ ക്രിസ്ത്യൻ മിഷണറീസ്. മോസ്റ്റ് ഓഫ് us were Hindus and Muslims, yet religion was never an issue. We were taught discipline, equality and real education, not religion. In school, no one wears bindis, vibhudis, hijab or any religious symbols. It wasn't about denying faith, but about maintaining focus and unity. Schools should be places of learning, not for displaying religious identity. Parents need to understand this. Don't fill Christians' minds with division. Let schools teach equality and respect, not separation by faith. എന്നിട്ട് അവർ പറയാണ്, if you want your child to learn about your religion, do it at home, temple, mosque, church or madrasa, not in school. Keep religion personal and let education remain pure. എന്നിട്ട് അവർ പറയാണ്, I am 45 years now and I still value my school shaped me with discipline, equality and love for all. Please, parents, stop bringing religion into classrooms. Let our children grow up as good humans. ജോർജി, ഈ സ്മിതയെ പോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മളുടെ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ്. അവരെ ആരും നമ്മള് മതവാദികളായിട്ടല്ല മാറ്റിയിട്ടുള്ളത്, മറിച്ച് ദേശസ്നേഹികളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്, മനുഷ്യസ്നേഹികളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന ഒന്ന് രണ്ട് അപകടങ്ങളെ കുറിച്ച് കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എന്ന് പറയാം. ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കേസിന് പോയിട്ട് ഇപ്പോ ഈ സ്കൂളുകളെല്ലാം അങ്ങോട്ട് മറിച്ചിടും, ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടുമെന്ന്. ഞാൻ ഒന്നും കൂടി പറയാം. സെയിന്റ് സേവിയേഴ്സ് കോളേജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 1974 കേസാണ്. അതിൽ പ്രകാരം പറയാം, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ടീച്ചേഴ്സ് ആൻഡ് മാനേജ് അഫയേഴ്സ് വിതൗട്ട് ലൂസിംഗ് മൈനോറിറ്റി ക്യാരക്ടർ. കോടതി പറയാണ്, the right under Article 31 is intended to ensure that minorities can preserve and promote their religion and culture through educational institutions. അതായത് നമ്മളുടെ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബൈബിള് വായിക്കാൻ അവസരം കിട്ടണം, ക്രൈസ്തവ്യമായ പ്രാർത്ഥനകൾക്ക് അവസരം കിട്ടണം, മോറൽ സയൻസ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടണം. എങ്ങനെ? ബൈബിളിന്റെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ധാർമ്മികത പഠിപ്പിക്കാനുള്ള അവസരം കിട്ടണം. ഇനി മതേതരമായ വിദ്യാഭ്യാസ നിലവാരം നിലനിർത്തണമെങ്കിലും മതപരമായിട്ടുള്ള മൂല്യപരമായ അടിത്തറ അതെന്തായിരിക്കണം? ക്രൈസ്തവ്യമായിരിക്കണം. കോടതി ചൂണ്ടിക്കാണിച്ചതാണ്. വീണ്ടും റവറൻഡ് സിദ്ധാർബാജി സബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 1963 കേസാണ്. അത് ഇപ്രകാരം പറയാണ്, the right to administer includes the right to conduct and manage the affairs of the institution in accordance with the faith and religion of the minority. അതായത് സ്കൂളിന് അധ്യാപക നിയമനവും ആന്തരികമായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങളും അതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അതത് മാനേജ്മെന്റുകൾക്ക് നൽകുകയാണ്. അടുത്തത് TMA Pai Foundation വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2002 Article 31 and 19(1) must be read together. Minority institutions also have business and administrative freedom subject to reasonable regulation. TMI അതിനകത്ത് പറയുന്നതാണ്, ക്രൈസ്തവ മാനേജ്മെന്റിന് വിദ്യാർത്ഥി പ്രവേശന നയം, അധ്യാപക നിയമന മാനദണ്ഡങ്ങൾ, ശിക്ഷണ നിയമങ്ങൾ, യൂണിഫോം, സ്കൂളിൽ നടത്തുന്ന ആചാരങ്ങൾ, അതേപോലെ അവിടെയുള്ള സെലിബ്രേഷൻസ്, മതപരമായിട്ടുള്ള ഉത്സവങ്ങൾ എന്നിവയ്ക്ക് ആ ക്രിസ്തീയമായിട്ടുള്ള മൂല്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കാൻ സാധിക്കും. ഇനി അടുത്തത് PA ഇനാംദാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2005. Minority unaided institutions have full autonomy in administration and fee structure subjected to fairness and transparency.
Minority unaided institutions enjoy maximum autonomy, but even aided institutions retain their minority character. ഈ സെയിന്റ് റീത്ത സ്കൂള് ഒരു അൺഎയ്ഡഡ് സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അൺഎയ്ഡഡ് സ്ഥാപനത്തിനുള്ള അവകാശം എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നത്. സർക്കാർ സഹായം ലഭിക്കുന്ന സ്കൂളുകൾക്ക് മതപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ലെങ്കിൽ സർക്കാർ സഹായങ്ങളില്ലാത്ത സ്കൂളുകൾക്ക് പൂർണ്ണമായ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനൊക്കെ? അവിടുത്തെ പ്രാർത്ഥന രീതികൾക്ക്, അവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടെ എന്ത് യൂണിഫോം നൽകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം. യോജി, ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് വെറും ഒരു അവകാശമല്ല. അത് ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ബേസിക് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനെ മാറ്റിമറിക്കാൻ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന് പോലും സാധ്യമല്ലാത്തത്ര ശക്തമായിട്ട് ഭരണഘടനാ ശില്പികൾ ഇത് ചേർത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയും, നമ്മുടെ ഭരണഘടനാ ശില്പികൾ അവര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണെന്ന് ഞാൻ പറയും. കാരണം അതല്ലെങ്കിൽ ഇത്രയും കാലഘട്ടത്തെ അതിജീവിക്കാൻ ഈ ഭരണഘടനയ്ക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനി ജോർജി, ഇതിന്റെ അകത്ത് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നമ്മളുടെ പല മാനേജ്മെന്റുകൾക്കും ഈ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ എന്താണെന്ന് അറിയത്തില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനോട് ചേർത്തിട്ട് ഒരൊറ്റ കേസിന്റെ കാര്യം കൂടെ പറയാം. അത് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കേസ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അത് CMI ഇൻസ്റ്റിറ്റ്യൂഷനിലേത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ ഹിജാബ് ധരിക്കുന്നതും മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസാണ്. അതിനകത്ത് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ഒരു വീക്ഷണം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ്: ഇൻ സച്ച് വ്യൂ ഓഫ് മാറ്റർ, I am of the concerned view that the petitioners cannot seek imposition of their individual right as against the larger right of the institution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ പെറ്റീഷൻ നൽകിയിരിക്കുന്ന വ്യക്തിയുടെ അവകാശത്തെക്കാൾ ഒരുപാട് മുകളിലാണ് ഈ സ്ഥാപനത്തിന്റെ അവകാശം. It is for the institution to decide whether the petitioners can be permitted to attend the classes with the head scarf and full sleeve shirt. അതായിരുന്നു അവരുടെ ആവശ്യം. ഹിജാബ് ധരിക്കണം, അതേപോലെ തന്നെ കൈ മൊത്തത്തിൽ മറയ്ക്കണം. അവിടെയുള്ള യൂണിഫോമിന്റെ നിയമതത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്. It is purely within the domain of the institution to decide on the same. ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരികൾക്കാണ്. Therefore, the writ petition must fail. അതുകൊണ്ട് ഈ പെറ്റീഷൻ നിലനിൽക്കുകയല്ല. Accordingly, the writ petition is dismissed. ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. If the petitioners approach an institution for transfer certificate, the school authority shall issue transfer certificate without marking any remarks. ഈ സ്കൂളിന്റെ നിയമപ്രകാരം യൂണിഫോം ധരിക്കാൻ പറ്റിയല്ലെങ്കിൽ ഈ പെറ്റീഷണർക്ക് എന്ത് ചെയ്യാം? ആ സ്കൂളിൽ പോയിട്ട് TC മേടിക്കാം. TC മേടിച്ചിട്ട് മറ്റൊരു സ്കൂളിൽ പോകാം. പക്ഷേ സ്കൂൾ അതോറിറ്റി എന്ത് ചെയ്യരുത്? അതിൽ പ്രത്യേകമായിട്ടുള്ള റിമാർക്സ് ഒന്നും ഉൾപ്പെടുത്തരുത്. No doubt, if the petitioners are willing to abide by the school dress code, they shall be permitted to continue in the same school. ഈ സ്കൂളിൽ ആ കുട്ടികൾ സ്കൂളിന്റെ നിയമം അനുസരിച്ചുള്ള ഡ്രസ് കോഡ് അനുസരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് അതിന്റെ പെർമിഷൻ കൊടുക്കണം. ജോർജ്, സെയിന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പാൾ, ഹെഡ് മിസ്ട്രസും അതിന്റെ വൈസ് പ്രിൻസിപ്പാളോ ഹെഡ് മിസ്ട്രസോ ആണെന്ന് തോന്നുന്നു, അവരെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇതേ കാര്യമല്ലേ പറഞ്ഞത്? അത് സാമാന്യ ബോധമുള്ള മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും അത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത് ഈ സ്കൂളിന്റെ നിയമമാണ്. ഇവിടെ 100 ശിഷ്ടം വിദ്യാർത്ഥിനികൾ, എനിക്ക് തോന്നുന്നത് ഇതേ സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ പഠിക്കുന്നുണ്ട്. അവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഷക്കീന ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ ആളുകൾ ഈ സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ചെന്ന് സ്വാധീനിക്കാനും പലപ്പോഴും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും പറയും, ദിസ് ഈസ് എ ചോയ്സ്. വാട്ട് ഈസ് ദ ചോയ്സ് ഹിയർ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഈസ് ദ ചോയ്സ് ഹിയർ? ദിസ് ഈസ് നോട്ട് ദ ചോയ്സ്. ഇത്
ഒരു ഒരു സംഘടിത നീക്കത്തിലൂടെ ഒരു വിഭാഗത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജി, നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ഈ ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അവകാശമാണ് നൽകിയിരിക്കുന്നത്. അതായത് എന്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയുടെ മുഖം പൂർണ്ണമായിട്ടും എനിക്ക് കാണാൻ കഴിയുന്നിടത്താണ് എന്റെ സുരക്ഷിതത്വവും എന്റെ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്. എന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്, അവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഐ ആം ഇൻസെക്യൂർ. ഞാൻ ഇൻസെക്യൂർനെസ്സിലാണ് ജീവിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, ഇവിടെയൊക്കെ എന്റെ സെക്യൂരിറ്റിയെ നിർണയിക്കാനുള്ള മൗലിക അവകാശം എനിക്കുണ്ട്. എന്റെ ജീവന്റെ സംരക്ഷണത്തിനുള്ള അവകാശമാണത്, അല്ലെ? എന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അവകാശമാണത്. ഈ അവകാശങ്ങളൊന്നും ഈ തങ്ങളുടെ മതപരമായിട്ടുള്ള നിയമങ്ങളുടെ പരിധി വെച്ച് നോക്കുമ്പോൾ അത് ഈ നാട്ടിലെ പൗരന്റെ അവകാശമല്ലെന്ന് പറയുന്നവർക്ക്, അവർക്ക് പുതിയ ഏതെങ്കിലും ഒരു നിയമമുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണഘടനയെ പുലുകുകയായിരിക്കും ഭേദമെന്ന് പറഞ്ഞു വെക്കാൻ ഈ ക്രിസ്തീയ പുരോഹിതൻ നിർബന്ധിക്കപ്പെടുകയാണ്. ജോർജി, എത്ര കാലമായി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ പറയുന്നത്, ഇത് ഇസ്ലാമിക മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതികളോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തെ പോലും സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള സംഘടനകളെ, ഇവരുടെ ഇത്തരത്തിലുള്ള നയങ്ങളെയൊക്കെ തള്ളിപ്പറയണം. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനില് ഒരു 10-30-40 വർഷം മുമ്പ് യൂറോപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതിയുമായിട്ട് നടക്കുന്ന മോഡേണിസം ഏറ്റവും ശക്തമായിട്ട് കാണാൻ കഴിയുന്ന സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കുകയും ബീച്ചിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ? രാജ്യം ലോകം മുഴുവൻ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക തീവ്രവാദ ചിന്തയുള്ള സംഘടനകളും ചില ആളുകളും ലോകത്തെ 100 വർഷവും 200 വർഷവും 300 വർഷവും 6-ാം നൂറ്റാണ്ട് വരെയും പിന്നോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഗതികേട്. ഇത് കേൾക്കുമ്പോ ഇപ്പൊ ആരെങ്കിലും, പണ്ട് ഏതോ ഒരു ഉസ്താദ് പിന്നെ ഞാൻ ഷക്കീനയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് വെളുപ്പിക്കുന്നത് കണ്ടായിരുന്നു. എത്ര വെളുപ്പിച്ചാലും പൊതുബോധം, പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ജോർജ്, ഇങ്ങനെയുള്ള സംഘടിതമായിട്ടുള്ള തീവ്രവാദ നീക്കത്തെ മറ്റ് വിഭാഗങ്ങൾ സംഘടിതമായിട്ട് എതിർക്കാത്തതിന്റെ കാരണം ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കരുതെന്ന് മാത്രം വിചാരിച്ചിട്ടാണ്. ഞാൻ ജോർജിയോട് ഒരു കാര്യം പറയാം. ഈ തീവ്രവാദം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെ തെരുവിലിറക്കി ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ള വൈരങ്ങൾ സൃഷ്ടിക്കാൻ ആരോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ഉണ്ടെങ്കിൽ അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ജോർജി, ഞാൻ പറയട്ടെ, ഇനി അടുത്ത കാര്യം. എനിക്ക് അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളുടെ ഒത്തിരി സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു. ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം പാവപ്പെട്ട കുറെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ നിന്ന് വിറയ്ക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച് ഭയപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോയി. അവിടുത്തെ ഒരു PTA പ്രസിഡന്റ്, അല്ലെ, സെയിന്റ് റീത്ത, അദ്ദേഹത്തെ എല്ലാ PTA പ്രസിഡന്റുമാരുടെയും മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കാമെന്ന് തോന്നുകയാണ്. കാരണം ധീരതയുള്ള ഒരു PTA പ്രസിഡന്റ്, കൃത്യമായി നിയമങ്ങൾ അറിയാവുന്ന ഒരു PTA പ്രസിഡന്റ്, ആ സ്കൂള് എന്തിനാണ് നിലനിൽക്കുന്നത് എന്നറിഞ്ഞ് ആ സ്കൂളിന്റെ നന്മയ്ക്കായി, അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ധീരതയോടുകൂടി ഭയമില്ലാതെ സംസാരിക്കുന്ന മിസ്റ്റർ ജോയ്, അദ്ദേഹത്തെ നേരിട്ട് കണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് എറണാകുളം വരെ പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജോർജിയോട് ഞാൻ പറയാം. അതെന്തിന്റെ ലക്ഷണമാണെന്നറിയുമോ? നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാമുദായിക കെട്ടുറപ്പിനെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷണമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലുടനീളം മാനേജ്മെന്റുകൾ മാത്രം പ്രതികരിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്തപ്പോൾ ഇതാ ആ സ്കൂളിന്റെ PTA എന്ന് പറയുന്ന ഒരു സംവിധാനം
അവിടേക്ക് കടന്നു വരുന്നു. PTA സത്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവര് ഭയപ്പെട്ടതിന്റെ കാരണം മാനേജ്മെന്റിന്റെ കൂടെ ഒരു വലിയ സമൂഹം പിന്തുണയുമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലത്തീൻ സമുദായത്തിന്റെ കീഴിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. അവിടെ KRLCC എന്ന് പറയുന്ന ലത്തീൻ സമുദായ സംഘടന അവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. KCYM എന്ന് പറയുന്ന സംഘടന അവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടിതമായിട്ട് ആക്രമിക്കാൻ വരുന്നവരെ സംഘടിതമായിട്ട് ചെറുക്കണം എന്നുള്ള തത്വം ക്രൈസ്തവർ തിരിച്ചറിയണം, ക്രൈസ്തവ മാനേജ്മെന്റുകൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളെ, സമുദായ അംഗങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ ഇനി കൂടുതലായി ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കുകയും തയ്യാറാവുകയും ചെയ്യണം. അതായത് ഒരു വിഭാഗത്തിന് മാത്രമല്ല സംഘടിതരാകാൻ കഴിയുന്നതും ഒച്ചയുണ്ടാക്കാൻ കഴിയുന്നതും എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് കാണിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാകുകയാണ് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കേണ്ട നമ്മൾ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ ചിലർക്ക് ധാർഷ്ട്യം അങ്ങ് കൂടും. ഇവിടുത്തെ ക്രിസ്ത്യാനികളും മറ്റ് മതവിഭാഗങ്ങളും ഒക്കെ ഇത് ഞാൻ പറയുമ്പോ എനിക്ക് വിഷമമുണ്ടെന്ന് പറയാൻ, എനിക്കിങ്ങനെ പറയാൻ ആഗ്രഹമില്ലാത്തതാണ്, പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം, ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണങ്ങൾ എന്നുള്ളത് ഞാൻ പറയുകയാണ്. ജോർജി, ഞാൻ ഇനിയും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ മാനേജ്മെന്റുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അവകാശം കിട്ടിയത് ഒരു കാലഘട്ടത്തിൽ ഭരണഘടനാ ശില്പികൾ, ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇവിടെ ഇല്ലാതായി പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ മാനേജ്മെന്റുകൾ ഈ ഭരണഘടനയെ അനുസരിക്കാൻ തയ്യാറാകണം. ഭരണഘടന എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നറിയോ? മാനേജ്മെന്റുകൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻപിലെ ബോർഡിൽ എഴുതി വെക്കണം, ദിസ് ഈസ് എ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് കണ്ടിട്ട് അതിന്റെ അകത്തേക്ക് കയറി പഠിക്കാൻ വരുന്നവർ വന്നാൽ മതി എന്ന് തീരുമാനിക്കണം. 2, ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഫീസിന്റെ മുൻപിൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ ആർട്ടിക്കിളുകൾ ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇത് പ്രകാരമാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നതെന്ന് അവിടെ കയറി വരുന്നവർക്ക് ബോധ്യം കൊടുക്കണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുൻപ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കണം. എന്നിട്ട് അത് അംഗീകരിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ച് അവരുടെ സമ്മതം മേടിക്കണം. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡ്സ് ചെയ്തേ തീരൂ. അടുത്തൊരു കാര്യം എന്താണെന്നറിയോ? കർത്താവ് ഈശോ മിശിഹായാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ കർത്താവ് ഈശോ മിശിഹായുടെ രൂപം ആ സ്ഥാപനങ്ങളുടെ ഒക്കെ മുൻപിൽ ഒന്ന് വെക്കണം. എന്തിനാണെന്നറിയോ? ആ കർത്താവ് ഈശോ മിശിഹായുടെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് ഈ സ്ഥാപനം നടക്കുന്നത് എന്ന് അതിന്റെ അധികാരികൾക്ക് ഓർമ്മിക്കാനും അവിടെ വരുന്നവർക്ക് ഓർക്കാനും വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. 2, എല്ലാ ക്ലാസ് റൂമുകളിലും ഈ കർത്താവ് ഈശോ മിശിഹായെ ഓർമ്മിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വെക്കണം. കാരണം ഭരണഘടന പറഞ്ഞിരിക്കുകയാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രൈസ്തവ വിശ്വാസവും ആചാരവും പാരമ്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയണം, മൂല്യങ്ങൾ കൊടുക്കാൻ കഴിയണം. ഏതായാലും കർത്താവ് ഈശോ മിശിഹ ലോകത്ത് ആരെയും കൊല്ലാനല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, സ്നേഹിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കർത്താവ് ഈശോ മിശിഹായെ ഒരു ദുഷ്ടനാണെന്ന് ഇന്നേ വരെ വിവരമുള്ള ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ ഒരു രൂപം അവിടെ ആ സ്കൂളിന്റെ അവിടെ ക്ലാസ് റൂമുകളിൽ വെച്ചു എന്ന് വിചാരിച്ച് ഇവിടെ ഇടുത്തി വീഴാനൊന്നും പോകുന്നില്ല. അത് കാണുമ്പോൾ ഹാലിളകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അവിടെ പഠിക്കണ്ട എന്ന് തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ വേദപാഠം ഉണ്ടായിരുന്നു, അല്ലെ? വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, മോറൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമ്മളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കുലർ വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുന്നതെന്നാ. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അവര് ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചുള്ള ഭരണഘടനാ തത്വങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള അറിവുള്ളവരെ വേണം ഈ സ്ഥാപനം തുടങ്ങാനും അത് നടത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും എന്നുള്ളതാണ്. ജോർജി, അടുത്തത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാർഷിക ധ്യാനം സംഘടിപ്പിക്കണം.
ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ആ സ്കൂളിൽ കുട്ടികൾക്ക് അവരുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയും കുമ്പസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. നമ്മളുടെ അധ്യാപകര് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുറച്ചു നേരം പള്ളിയിൽ കൊണ്ടുപോയിട്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനുള്ള, ഈ പിള്ളേരുടെ സ്വഭാവമൊക്കെ ശരിയായിക്കോളും. അപ്പം മനസ്സിലാവുന്നുണ്ടോ? ഇത് ആത്മീയതയില്ല, ഒരു വക തോന്നിവാസമായിട്ട് നടന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനങ്ങളിലൂടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. ജോർജ്, ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ഈ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിട്ടുള്ള ഒരു അന്യമതസ്ഥരെയും നമ്മൾ മതം മാറ്റിയിട്ടില്ല. നമ്മളാരും മതം മാറ്റിയിട്ടില്ല. നമ്മൾ ഒരു മതരാജ്യമായിട്ട്, ക്രിസ്ത്യൻ രാജ്യമായിട്ട് മാറിയാനെ. ഇനി ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് കാനൻ നിയമമാണോ ജോർജി അവിടുത്തെ കോമൺ ലോ? ഈ എല്ലാ രാജ്യങ്ങളിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തത്തുല്യമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെ? അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികള് അവര് നടത്തുന്ന സ്ഥാപനങ്ങളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ മതപരിവർത്തനത്തിനുള്ള കേന്ദ്രങ്ങളാണെന്ന് പറയുന്നവരോട് ഈ കണ്ണു തുറന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ തിരിച്ചടികൾ നേരിടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഭരണഘടന നൽകിയിരിക്കുന്ന, ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണത്തോടെ നമുക്ക് നൽകിയ ഈ അവകാശങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് വിനിയോഗിക്കാതിരുന്നതുകൊണ്ടാണ്. ഇതൊരു ക്രിസ്ത്യൻ സ്ഥാപനമാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റണമേ. അതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റണം. ആ അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് സ്ഥാപനങ്ങൾ നടത്താൻ നമുക്ക് പറ്റണം. അവിടെ ഭരണഘടന പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ജോർജി, നമ്മളുടെ ഈ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദുഃഖാന തിരുനാൾ ആചരിക്കണം, ക്രിസ്മസ് ആചരിക്കണം, ഈസ്റ്റർ ആചരിക്കണം. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഓർക്കണം, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ എത്ര വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ചിന്തിക്കുന്നത്. അവിടെ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ആചരിക്കുന്നുണ്ട്, അല്ലെ? ജോർജി, കഴിഞ്ഞ ഒരു 2 മാസം മുമ്പല്ലേ ഓണത്തിന് ഓണാഘോഷം നടത്തി എന്ന പേരിൽ ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള അധ്യാപിക തന്നെ പറഞ്ഞേക്കാണ്, നമ്മുടെ കുട്ടികളെ ഈ പരിപാടിക്കൊന്നും വിട്ടേക്കരുതെന്ന്, അല്ലെ? ഏതെങ്കിലും ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് അത്തരത്തിലുള്ള തീരുമാനങ്ങളോ നിയമങ്ങളോ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിളിക്കപ്പെടുമ്പോൾ നമ്മളുടെ സ്വത്വം, നമ്മളുടെ സ്ഥാപനങ്ങളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മൂല്യങ്ങൾ, ക്രിസ്തീയത, അതിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ മാനേജ്മെന്റുകൾ ഇടപെടരുത്, പ്രവർത്തിക്കരുത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വെച്ചാൽ 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കും. നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള വിഷയം ഇത് മാത്രമല്ല, ഇപ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുമ്പോൾ ഈ മതേതരത്വം ഇങ്ങനെ പൂത്തലിഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ നാമധാരികളൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരു നിസ്കാരമല്ലേ, ഒന്ന് അനുവദിച്ചുകൂടെ? ക്രൈസ്തവരെല്ലാവരെയും സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഹിജാബിന്റെ വിഷയമല്ലേ ഉള്ളൂ, ഒന്ന് കണ്ണടച്ചുകൂടെ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന ഇപ്പോൾ തന്നെയാണ് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെ അനുവദിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്തൊക്കെയായിരിക്കും? ജോർജി, ഞാൻ അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം പറയാവുന്നത്, ഈ മതേതരത്വം പൂത്തുലയ്ക്കാനുള്ള ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അല്ല ഉള്ളത്. അത് ആദ്യം ഉള്ളത് ആർക്കാന്നറിയോ? മുസ്ലിം സമുദായത്തിൽ. ഞാൻ ഉദാഹരണം പറയാം. നമ്മളുടെ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിലെ എത്ര സ്ത്രീകൾക്ക് അവരുടെ ആരാധനാലയത്തിൽ, അവരുടെ മോസ്കുകളിൽ നിസ്കരിക്കാൻ അവസരം കിട്ടുന്നുണ്ട്? ഈ പെൺകുട്ടികൾ പലരും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അവസരം നൽകണമെന്ന് പറയുന്നു. നമ്മൾ അത് അനുവദിച്ച് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപകടമാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ആദ്യം ഈ പറയുന്ന ആരാധനാ സ്വാതന്ത്ര്യം ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അവരുടെ മതം അനുവദിച്ചു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അത് പറ്റില്ല, അത് ഞങ്ങളുടെ മത നിയമമാണ്, അതിനെ തൊടാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവരുടെ മൂല്യങ്ങളെയും മറ്റുള്ളവരുടെ മത വിശ്വാസത്തെയും ഒക്കെ എങ്ങനെയും ആർക്കും ഹനിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ വിട്ടുവീഴ്ച ചെയ്തോളണം, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യല എന്ന് പറയുന്നത് ഫാസിസമാണ്. ഇത് മത നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമല്ല.
ഇത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാജ്യമാണ്, ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഓർക്കേണ്ടത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയുന്ന വാർത്തകളുടെ ഒക്കെ ചോട്ട് അപ്പുറത്തെ സ്കൂളിൽ ഇത് അനുവദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അനുവദിച്ചവരുടെ ഈ എന്താ പറയാ നിലപാടില്ലായ്മയാണ് ഇന്ന് സമ്മർദ്ദമായിട്ട് മാറിയത്. അതാണ് സത്യം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും, ഒരു സാമുദായികമായിട്ടുള്ള സംഘടിതത്വം ഇല്ലാതെ പോയി. ഈ മാനേജ്മെന്റ് ഏതെങ്കിലും പാവപ്പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്നു, അവരെ വന്നിട്ട് ആരെങ്കിലും രണ്ട് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പേടിച്ച് ഈ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സന്യാസിനിമാരോടും പ്രിയപ്പെട്ട വൈദികരോടും ഒക്കെ ഒരു വൈദികൻ എന്ന നിലയിൽ എളിയ സ്വരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. രണ്ടാമത്, ഈ സമുദായത്തിലെ സാധാരണ മനുഷ്യരെ വിശ്വാസത്തിലെടുക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ശക്തമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ സംഘടിത തീവ്രവാദികൾ ഈ സ്ഥാപനത്തെ സമൂലം ഇല്ലാതാക്കും, നശിപ്പിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നവരോട് ഈ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഒരേ നിലപാട് പറയാൻ കഴിയണം. CBCI ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്ന് പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് CBCIയുടെ നിലപാടാണ്, ഇത് KCBCയുടെ നിലപാടാണ്. ഈ നിലപാട് ഒന്ന് നന്നായി നല്ല സ്വരത്തിൽ ഉറക്കെ പറയാനുള്ള ധൈര്യം ഈ നമ്മളുടെ സെയിന്റ് റീത്ത സ്കൂളിലെ ആ ബഹുമാന്യയായിട്ടുള്ള സന്യാസിനിയെ പോലെ ഉണ്ടായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജോർജ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ക്രൈസ്തവർക്ക് സഹനം മൂല്യത്തിനു വേണ്ടിയിട്ടുള്ള അംഗീകാരമാണ്. പൗലോസ് അപ്പസ്തോലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ക്രിസ്തു കാൽവരിയിൽ സഹിച്ച പീഡകളുടെ കുറവിനെ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവ് കാൽവരിയിൽ സഹിച്ച പീഡ കുറഞ്ഞു പോയി എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് കാൽവരിയിൽ ശരീരത്തിൽ സഹിച്ചതാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നത്. കർത്താവ് ഈശോ മിശിഹ ഇന്ന് ശരീരത്തോടും ആത്മാവോടും കൂടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. പക്ഷെ ലോകത്ത് തിന്മ ഇന്നും നിലനിൽക്കുന്നു, പിശാചിന്റെ സ്വാധീനമുണ്ട്. അവിടെ ക്രിസ്തുവിന്റെ രക്ഷ സംലഭ്യമാക്കാൻ ക്രിസ്തു എന്താണ് നൽകിയിരിക്കുന്നത് അറിയോ? ഈ സഭയെയാണ്, മാമോദീസായിലൂടെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെയാണ്. ആ ക്രിസ്ത്യാനിയെ പൗലോസ്ലീഹ വിളിക്കുന്നത് മറ്റൊരു ക്രിസ്തു എന്നാണ്. സഭയുടെ മൗതിക ശരീരത്തിന്റെ ഭാഗമാണ് ഓരോ ക്രിസ്ത്യാനി എന്നാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, മൂല്യങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനി സഹനം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ സഹനം മാത്രമേ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കൂ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആ സെയിന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോഷി ചേട്ടനും അതേപോലെ തന്നെ നമ്മളുടെ സിസ്റ്റർമാർ രണ്ടുപേരുണ്ട്. അവർ സിസ്റ്റർമാരുടെ പേര് ഞാൻ വിട്ടു, ഹെലേന സിസ്റ്ററും ഹെലേന സിസ്റ്ററിനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ സിസ്റ്റർ ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഈ സഹനങ്ങളൊക്കെ ഈ നാടിന്റെ നന്മയ്ക്ക്, ശാശ്വതമായ നന്മയ്ക്ക് കാരണമായിട്ട് തീരുന്ന സഹനങ്ങളാണ്. അതുകൊണ്ട് ഈ സഹനത്തിലെ സിസ്റ്റർ അഭിമാനിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം മുന്നറിയിപ്പുകൾ എന്ന് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ മുന്നറിയിപ്പുകൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു സുബോധത്തിലേക്ക് വരാൻ മുന്നറിയിപ്പുകൾ ലഭിക്കുമോ എന്നൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് നൽകുന്ന ആ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ ജാഗ്രതാ സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഒരു നടപടികളിലേക്ക് ക്രൈസ്തവ സമുദായം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയയും നൈജീരിയയും ഒക്കെ കേരളത്തിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അച്ഛൻ ജോർജി, ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്. ഈ കൂടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടെ ഞാൻ പറയുന്നു, ഇതാ ഇന്നലെ മുതൽ ഒക്ടോബർ 13 മുതൽ ക്രൈസ്തവരുടെ അവകാശങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തെയും പൊതുസമൂഹത്തെയും ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ അവകാശ സംരക്ഷണ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒക്ടോബർ 24 സെക്രട്ടേറിയറ്റ് പടിക്കൽ അവസാനിപ്പിക്കുമ്പോൾ ക്രൈസ്തവർ സംഘടിക്കേണ്ടതും ക്രൈസ്തവർ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതും
ഈ കാലഘട്ടത്തിന്റെ അതിസങ്കീർണമായിട്ടുള്ള ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യാത്രയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകാൻ തീർച്ചയായും ക്രൈസ്തവ സമുദായ അംഗങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ആ കാര്യവും കൂടി പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തീർച്ചയായും ലാസ്റ്റായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ അധിനിവേശ ശ്രമങ്ങൾ നേരിടേണ്ടി വന്ന അധിനിവേശ ആ ഒരു പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്ന സെന്റ് റീത്താസ് സ്കൂളിന് എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. ഇത് ഒടുവിലത്തെ സംഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ, അച്ഛൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിയുക. പലപ്പോഴും അവകാശങ്ങളെക്കുറിച്ചുള്ളൊരു അജ്ഞതയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവകാശങ്ങൾ തിരിച്ചറിയുക, ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ചയിൽ ഈ വളച്ചുകെട്ടാതെ എന്നുള്ള പ്രോഗ്രാമിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പങ്കുവച്ച ഫാദർ സബിൻ തുമ്മുള്ളിൽ അങ്ങേക്ക് നന്ദി.